ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എ സി മോട്ടോഴ്സാണ്. അപ്പോൾ എ സി മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡി സി മോട്ടറിൽ നിന്ന് എ സി മോട്ടറിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ആദ്യം ഡി സി മോട്ടറാണ് കണ്ടുപിടിച്ചത്. കൂടുതലും നമ്മൾ വീടുകളിലെല്ലാം എ സി മോട്ടറിൻ്റെ എ സിയാണ് നമുക്ക് അവൈലബിളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ ബാറ്ററി അന്വേഷിച്ച് പോകേണ്ടതായിട്ട് ഒരവസ്ഥ വരുന്നില്ല. നമുക്ക് വേഗം പ്ലഗ് ഇൻ ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നൊരു മെഷീൻ അല്ലെങ്കിൽ മോട്ടോർ ഉണ്ടായാൽ അത്രയും എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ടാണ് എ സി മോട്ടറിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളത് എ സി മോട്ടറാണ്. അപ്പോൾ they are less troublesome when compared to DC motors, as they do not face any difficulties due to commutation and brushes. അപ്പം കമ്മ്യൂട്ടേറ്ററും ബ്രഷും എന്നുള്ള ആ ഒരു സംഗതി നമ്മൾ എ സി മോട്ടറിലില്ല. അതുകൊണ്ട് തന്നെ അവയുടെ തേയ്മാനം അല്ലെങ്കിൽ അവയിൽ ഉണ്ടാകുന്ന സ്പാർക്കിങ് അല്ലെങ്കിൽ അവ കാരണം ഉണ്ടാകുന്ന മെയിൻ്റനൻസ് അതിനെക്കുറിച്ചൊന്നും നമുക്ക് എ സി മോട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതൊരു വലിയ ഒരു റിലീഫാണ് ശരിക്കും. പിന്നെ പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് ആപ്ലിക്കേഷൻസിൽ എ സി മോട്ടർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവയുടെ സ്പീഡ് യൂഷ്വലി നമ്മൾ ഫ്രീക്വൻസി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രീക്വൻസി വേരി ആകാത്തത് കൊണ്ട്, സപ്ലൈ ഫ്രീക്വൻസി വേരി ആകാത്തത് കൊണ്ട് വി ക്യാൻ മേക്ക് ദ എ സി മോട്ടോഴ്സ് യൂസ് ഫോർ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ കമ്പാരിസൺ ഓഫ് എ സി മോട്ടറും ഡി സി മോട്ടറും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ടൈപ്സ് ഓഫ് എ സി മോട്ടർ എന്തൊക്കെയാണ് ടൈപ്സ് വരുന്നത്? ഒന്ന് ശരിക്കും ആക്ച്വലി രണ്ട് ക്ലാസിഫിക്കേഷനാണ് എ സി മോട്ടോഴ്സ് ഉള്ളത്. ഒന്ന് സിങ്ക്രണസ് മോട്ടറും പിന്നെ അസിങ്ക്രണസ് മോട്ടറും. ഈ അസിങ്ക്രണസ് മോട്ടറിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇൻഡക്ഷൻ മോട്ടറും കമ്മ്യൂട്ടേറ്റർ മോട്ടറും. ഇൻഡക്ഷൻ മോട്ടറിൽ തന്നെ റോട്ടറിൻ്റെ പ്രത്യേകത അനുസരിച്ച്, റോട്ടറിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഇറ്റ് ക്യാൻ ബി ഓഫ് സ്ക്യൂറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഓർ ഫേസ് വൗണ്ട് ഇൻഡക്ഷൻ മോട്ടർ. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഓരോന്നായിട്ട് നോക്കാം. സിങ്ക്രണസ് മോട്ടറിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെയിം ഡി സി മോട്ടറിൻ്റെ അതേ പ്രിൻസിപ്പിളാണ്. ദാറ്റ് ഈസ് വെൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇസ് placed in a magnetic field, it experiences a mechanical force which is whose direction is determined by the Fleming's left hand rule. ഇത് തന്നെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ സി ഈസ് അപ്ലൈഡ് ടു ദ സ്റ്റേറ്റർ ആൻഡ് ഡി സി ഈസ് അപ്ലൈഡ് ടു ദ റോട്ടർ. And rotor rotates synchronously with respect to a rotating field set up by the stator. അപ്പം സ്റ്റേറ്ററിന് നമ്മളൊരു എ സി അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡി സി വോൾട്ടേജ് റോട്ടറിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്ററിലുള്ള എ സി അപ്ലൈ ചെയ്യുന്നത് കാരണം ഇതെല്ലാം ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ എ സി നമ്മൾ സ്റ്റേറ്ററിൽ കൊടുക്കുമ്പോൾ എ സിക്കകത്തുണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഫീൽഡായിരിക്കും. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് വിൽ ബി റൊട്ടേറ്റിംഗ്. ആ റൊട്ടേറ്റിംഗ് ഫീൽഡിന് അനുസരിച്ച് അതേപോലെ നമ്മൾ റോട്ടർ കറങ്ങാൻ തുടങ്ങുമ്പോഴാണ്, അതേ സ്പീഡിൽ നിന്നല്ല അതേ പോലെ നമ്മൾ റോട്ടർ കറങ്ങുമ്പോൾ നമ്മൾ അതിനെ സിങ്ക്രണസ് മോട്ടർ എന്നും വിളിക്കും. സിങ്ക്രണസ് മോട്ടറിൻ്റെ പ്രത്യേകത റോട്ടർ റൊട്ടേറ്റ് സിങ്ക്രണസ്ലി വിത്ത് ദ റൊട്ടേറ്റിംഗ് ഫീൽഡ് ഓഫ് സെറ്റപ്പ് ബൈ ദ സ്റ്റേറ്റർ വൈൻഡിങ്സ്. സ്റ്റേറ്റർ വൈൻഡിങ് സെറ്റപ്പ് ചെയ്ത റൊട്ടേറ്റിംഗ് ഫീൽഡിൽ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സിങ്ക്രണസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് സിങ്ക്രണസ് മോട്ടറാണ്. അപ്പോൾ ഈ എന്താണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക്? നമ്മൾ മെയിൻ പഠിക്കാത്തതിന് റീസണും അത് തന്നെയാണ്. കാരണം സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇല്ല, നോ സ്റ്റാർട്ടിംഗ് ടോർക്ക്. അതുകൊണ്ട് തന്നെ നീഡ് സം അതർ മോട്ടോർ ടു സ്റ്റാർട്ട് ഇറ്റ്. അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വേറെ മോട്ടർ ഉപയോഗിക്കണം, ഒരു ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതാണ് എൻ്റെ മെയിൻ ഡ്രോബാക്ക്. അതുകൊണ്ട് നമുക്ക് സിങ്ക്രണസ് മോട്ടർ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഡക്ഷൻ മോട്ടർ എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഇൻഡക്ഷൻ മോട്ടർ. ഇൻഡക്ഷൻ മോട്ടർ ഇസ് എ കൈൻഡ് ഓഫ് അസിങ്ക്രണസ് മോട്ടർ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന എ സി സെറ്റപ്പ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്, റൊട്ടേറ്റിംഗ് ഫീൽഡ് കാരണം ഈ നമ്മുടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമെങ്കിലും ഇറ്റ് റൊട്ടേറ്റ്സ് അസിങ്ക്രണസ്ലി. അസിങ്ക്രണസ്ലി എന്ന് പറഞ്ഞാൽ ഒരു സിങ്ക്രണസ് ഫാഷനിലല്ല, അത് തോന്നിയതുപോലെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അസിങ്ക്രണസ് മോട്ടറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകത.
അപ്പോൾ ഇവിടെ മെയിൻ എന്തുകൊണ്ട് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നു? ബിക്കോസ് എ സി കറൻസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ സർക്യൂട്ട് ബൈ ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സ്റ്റേറ്ററിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു എ സി കറണ്ട് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം അത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ റോട്ടറിന് ഒരു സോഴ്സ് ഓഫ് പവറുമായിട്ടും കണക്ട് ചെയ്യുന്നില്ല, ആകെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പം നിങ്ങൾ മില്ലിൽ ഒക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു തരം ഇൻഡക്ഷൻ മോട്ടറാണിത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഓരോ പാർട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഇളക്കി കാണിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ അഡ്വാൻറ്റേജസ്, അവിടെ ഇൻഡക്ഷൻ മോട്ടറിനാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഡിവൈസിൻ്റെ ആവശ്യമില്ല അതിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. റോബോസ്റ്റ് കൺസ്ട്രക്ഷനാണ്, വെരി ഗുഡ് സ്പീഡ് റെഗുലേഷൻ, ഹൈ പവർ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്ന ഹൈ പവർ ഫാക്ടർ ആണെങ്കിൽ പവർ ഡിസിപ്പേഷൻ കുറവായിരിക്കും എന്നുള്ളതാണ് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. പവർ ഡിസിപ്പേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ പവർ ലോസ് നമുക്ക് ഒരുപാടില്ല, റിലേറ്റീവ്ലി ലോ കോസ്റ്റാണ്. ഞാൻ എൻ്റെ പാർട്സ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 2 മെയിൻ പാർട്സാണുള്ളത്, സ്റ്റേറ്ററും റോട്ടറും. ഇപ്പോൾ സ്റ്റേറ്റർ ഇവിടെ ഡയഗ്രാമിൽ കാണുന്നത് പോലെ they are actually made of silicon steel with a number of stampings which are slotted to receive windings. ഇതാണ് കുറേ സ്റ്റാമ്പിങ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പൂ പോലത്തെ ഫാഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ അർമേച്ചർ കോയിൽ ചുറ്റാൻ വേണ്ടിയാണ് ഈ സ്പേസ് വിട്ടിരിക്കുന്നത്, സ്റ്റേറ്റർ കോയിൽ ചുറ്റാനായിട്ട്. അപ്പം ദീസ് ആർ സ്ലോട്ട്സ്. ദെൻ അപ്പോൾ ഈ സ്റ്റേറ്റർ വൈൻഡിങ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാരി ചെയ്യുന്നുണ്ട്, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴാണോ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ AC അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ റിവോൾവിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഇൻഡ്യൂസസ് ആൻ EMF ഇൻ ദ റോട്ടർ ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു EMF ഉണ്ടാക്കുന്നു by mutual induction. Windings are wound for definite number of poles. More the number of poles, lesser the speed. അപ്പോൾ വൈൻഡിങ്സ് ശരിക്കും ഇത്ര പോൾസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ പോൾസ് കൂടുതലാണെങ്കിൽ സ്പീഡ് കുറവായിട്ട് നമുക്ക് തോന്നും. പിന്നെ റോട്ടറിൻ്റെ പ്രത്യേകത, റോട്ടർ 2 ടൈപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്ക്വിറൽ കേജ് റോട്ടറും പിന്നെ ഫേസ് വൗണ്ട് റോട്ടർ. ഇപ്പോൾ സ്ക്വിറൽ കേജ് റോട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ സ്ക്വിറൽ കേജ്. ആസ് യു ക്യാൻ സീ, ഈ ഇവിടെ റോട്ടർ ബാർസ് ആണ് ഇവിടെ കണ്ടക്ടേഴ്സ് ആയിട്ട് വരുന്നത്, കോയിലല്ല, റോട്ടർ ബാർ. ഈ റോട്ടർ ബാറിൻ്റെ അങ്ങേയറ്റം 2 അറ്റവും നമ്മൾ എൻഡ് റിങ്സ് കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ എൻഡ് റിങ് കൊടുത്ത് ഷോർട്ട് ചെയ്തിരിക്കുകയാണ് ഓരോ എൻഡും. ഇനി ഈ റോട്ടർ ബാർസ് എല്ലാം വെൽഡ് ചെയ്ത് അല്ലെങ്കിൽ ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ എൻഡ് റിങ്സിൽ. പിന്നെ ഇത് ചെറിയ സ്ലൈറ്റ്ലി സ്ക്യൂഡ് ചരിച്ചാണ് ഇത് വെച്ചിരിക്കുന്നത് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഇൻ സീരീസ് ഫോർ സ്റ്റാർട്ടിംഗ് പർപ്പസ്. നിങ്ങൾക്ക് ആരെങ്കിലും അപ്പോൾ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും, കാരണം നമുക്ക് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഫേസ് വൗണ്ട് റോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ഒരു എൻഡ്, വൈൻഡിങ് കോയിലിൽ ഒരു എൻഡ് ഇൻറ്റേർണലി സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അതർ എൻഡ് എന്ന് പറഞ്ഞാൽ ബ്രോട്ട് ഔട്ട് ആൻഡ് കണക്റ്റഡ് ടു 3 insulated slip rings mounted on the shaft with brushes resting on them. അപ്പോൾ ഇവിടെ ശരിക്കും ഫേസ് മൗണ്ട് റോട്ടറിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് കോയിൽ ചുറ്റുന്ന പരിപാടിയാണ്. ഇവിടെ നമുക്ക് കോയിലല്ല, എന്താണുള്ളത്, കണ്ടക്ടേഴ്സാണുള്ളത്. ഇവിടെ കോയിൽ ചുറ്റി എടുക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് ഇൻറ്റേർണലി സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റാറിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ നിങ്ങൾ അറിയാൻ തോന്നുന്നു. അപ്പോൾ സ്റ്റാർഡ് ഇൻറ്റേർണലി സ്റ്റാർഡ് ആണെങ്കിൽ അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് they are actually mounted on the shaft. സ്ലിപ്പ് റിങ്സ് വഴി ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ് അതിന് ബാക്കി എൻഡ്. അപ്പോൾ ഇത് ഈ പ്രഷറെല്ലാം ഈ റിയോസ്റ്റാറ്റിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്പീഡ് ടോർക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് പറ്റും. മറ്റേതാണെങ്കിൽ പറ്റില്ല സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ, കാരണം വി ആർ ആക്ച്വലി ഷോർട്ട് സർക്യൂട്ടിങ് ദ എൻഡ് റിംഗ്, സോ ഇത് കനോട്ട് ഹാവ് എനി എക്സ്ട്രാ ടെർമിനൽ.
ഓക്കെ, അടുത്തത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ആക്ച്വലി രണ്ട് സ്റ്റേറ്റർ മാഗ്നറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, നടുക്കുള്ള റോട്ടറാണ്. അപ്പോൾ റോട്ടർ ഇസ് എ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ അതിൻ്റെ ആ എൻഡ് റിംഗ് ആണ് കാണുന്നത്. അതിൽ ബാൾസ്, നടുക്ക് വരുന്ന ബാൾസ് ആണ് ഈ സർക്കിൾ, ചെറിയ സർക്കിൾസ് എന്ന് പറയുന്നത്. ഷാഫ്റ്റാണ് നടുക്ക് വരുന്നത്. അപ്പോൾ ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറയുന്നത്. ശരിക്കും stator winding carries an alternating current which produces an alternating flux which is called the main flux or stator flux. അപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഫ്ലക്സിന് നമ്മൾ സ്റ്റേറ്റർ ഫ്ലക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് ശരിക്കും റോട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടെ നമുക്ക് റോട്ടറിലൊരു EMF ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സിനെ പറയുന്ന പേര് റോട്ടർ ഫ്ലക്സ് എന്നാണ്. പിന്നെ ഈ രണ്ട് ഫ്ലക്സ്, അതായത് സ്റ്റേറ്റർ ഫ്ലക്സും റോട്ടർ ഫ്ലക്സും ഇൻട്രാക്ട് ചെയ്തിട്ട് ഇറ്റ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദ റോട്ടർ ടു പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് ടോർക്ക്. Both stator and rotor fluxes interact and exert a force to the rotor and produce the desired torque. ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പ്രത്യേകം ദേ ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. കാരണം ഈ സ്റ്റേറ്റർ ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിക്കും റിവോൾവിങ് ആവണമെന്ന് എപ്പോഴും അത് റിവോൾവിങ് ആവണമെന്നില്ല. ഈ ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് ദേ മേ ബി റൊട്ടേറ്റിംഗ്. റൊട്ടേറ്റ് ചെയ്താൽ പോരാ, നമുക്ക് അവിടെ ഓൾട്ടർനേറ്റ് ചെയ്താൽ പോരാ, നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്, അതാണ് ഞാൻ അടുത്ത് നോക്കുക. സ്റ്റേറ്റർ ഫ്ലക്സിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്ന വഴി എന്ന് പറയുന്നത് നമ്മളൊരു ഓക്സിലറി വൈൻഡിങ്, മെയിൻ വൈൻഡിങ് ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഫേസ് ഡിഫറൻസ് രണ്ട് ഫ്ലക്സ് തമ്മിലും ഉണ്ടാകും. ഈ ഫേസ് ഡിഫറൻസ് കാരണം ദ ഫ്ലക്സ് വിൽ ട്രൈ ടു റൊട്ടേറ്റ്. ഈ ഫ്ലക്സ് മറ്റേതാണെങ്കിൽ എന്താണ്, രണ്ട് ഫ്ലക്സും രണ്ട് ഫ്ലക്സും സ്റ്റേറ്റർ ഫ്ലക്സിനും റോട്ടർ ഫ്ലക്സിനും എന്താണ്, ദേ ഡു നോട്ട് ഹാവ് എനി ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ വിൽ നോട്ട് റൊട്ടേറ്റ് ആക്ച്വലി. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്, the auxiliary for the നമുക്കത് റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ, രണ്ടും ഒരേ ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ ജസ്റ്റ് ആൾട്ടർനേറ്റ് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. അപ്പം ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഓക്സിലറി വൈൻഡിങ് സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് ഫേസ് ആംഗിൾ ഡിഫറൻസ് വരുത്തിച്ച് ഫ്ലക്സിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. When these fluxes interact, the resultant flux will be rotating. അപ്പോൾ അങ്ങനത്തെ മോട്ടോഴ്സിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഇനി സ്ലിപ്പ്, എന്താണ് സ്ലിപ്പ് ഇൻ ഇൻഡക്ഷൻ മോട്ടോർ? നമുക്കറിയാം റോട്ടറും സ്റ്റേറ്ററും ഒരേ സ്പീഡിലല്ല കറങ്ങുന്നത്. സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറും സ്റ്റേറ്റർ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറയുന്ന ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറും ഒരേ സ്പീഡിൽ അല്ല കറങ്ങുന്നത്. ഇവിടെ EMF ഒന്നും ഇൻഡ്യൂസ് ചെയ്യുന്നില്ല റോട്ടർ. ആക്ച്വലി നോ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു ഡിഫറൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ റോട്ടറിൻ്റെ സ്പീഡിനും സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡിലും ഡിഫറൻസ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ EMF ഇൻഡ്യൂസ് ആവത്തുള്ളൂ. അപ്പോൾ ദ പെർസെൻറ്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് സ്റ്റേറ്റർ ഫീൽഡ് ആൻഡ് സ്പീഡ് ഓഫ് ദ റോട്ടർ ഇസ് കോൾഡ് സ്ലിപ്പ്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ആ പെർസെൻറ്റേജിനെയാണ് പറയുന്നത്. സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് സ്റ്റേറ്റർ ഫീൽഡ് ആൻഡ് സ്പീഡ് ഓഫ് ദ DC motor, speed of the induction motor is called slip.
ഇനി അടുത്ത സ്പീഡ് കൺട്രോൾ ഇൻഡക്ഷൻ മോട്ടറാണ്. 2 ടൈപ്പാണുള്ളത്. ഒന്ന് വേരിയബിൾ വോൾട്ടേജ് കൺട്രോളും പിന്നെ ഒന്ന് വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ. അപ്പോൾ വേരിയബിൾ വോൾട്ടേജ് കൺട്രോളിൽ നമുക്ക് ഐഡിയ ക്ലിയർ ആണ്. നമ്മൾ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ് പോകുന്നത്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഡയാക് സർക്യൂട്ട് ട്രയാക് സർക്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രയാക് ബേസ്ഡ് സർക്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് വി ക്യാൻ ഡു. അപ്പം ഈ ട്രയാക് സർക്യൂട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ദിസ് ഇസ് എ ഡയാക് ആൻഡ് ദിസ് ഇസ് എ ട്രയാക്. വൺസ് നമ്മൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡയാക് ഓൺ ആവും. ഈ കപ്പാസിറ്റർ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഡയാക് ഓൺ ആവും. ഡയാക് ഓൺ ആകുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഡിസ്ചാർജ് ഇൻ ദിസ് വേ. അങ്ങനെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് ഇപ്പം നമുക്കിവിടെ ഡയാക് ട്രയാക്കാണുള്ളത്. ഡയാക്ക് ഓണായി കഴിഞ്ഞാൽ മാത്രമേ ട്രയാക്ക് ഓൺ ആകത്തുള്ളൂ. അപ്പോൾ ട്രയാക്ക് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടോറിലുള്ള ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് മേ ഫ്ലോ ത്രൂ ദ ട്രയാക്ക് ഓൺലി. ട്രയാക്കിലേക്ക് മാത്രമേ കടക്കത്തുള്ളൂ. കാരണം ഇവിടെ ബാക്കി റെസിസ്റ്റീവ് പാത്താണ് ഇതെല്ലാം. ഇത് ട്രയാക്ക് ഓണായി കഴിഞ്ഞാൽ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാൻ ശ്രമിക്കുന്ന അവസരത്തിൽ നമ്മളിപ്പോൾ ഗേറ്റ് ഇവിടുത്തെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുത്തെ കപ്പാസിറ്റർ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ദ കറണ്ട് ഇൻസൈഡ് ദ മോട്ടർ ക്യാൻ ഓൾസോ ബി കൺട്രോൾ. കാരണം ഒരേ കറണ്ടാണ് ഈ രണ്ട് പാത്തിലും ഫ്ലോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, we are able to control the speed of the induction motor. Sorry. So this is about speed of speed control of induction motor. അതിൽ വോൾട്ടേജ് കൺട്രോൾ ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൺട്രോളിലെ പ്രത്യേകത എന്ന് പറയുന്നത് വോൾട്ടേജ് torque is actually proportional to square of voltage, and you know that the voltage is proportional to current and current is proportional to speed. So when you try to increase the supply voltage കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ലെസ് കണ്ടക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യും. അപ്പം the gate current will be actually less. ഗേറ്റ് കറണ്ട് ലെസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രയാക്കിലേക്കുള്ള കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ട്രയാക്കിലേക്ക് കണ്ടക്ടിവിറ്റി കുറയുമ്പോൾ നമ്മുടെ ആർമേച്ചർ കറണ്ട് കുറയുന്നു. ആർമേച്ചർ കറണ്ട് കുറഞ്ഞാൽ ടോർക്ക് കുറയും. ടോർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറയും. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് വോൾട്ടേജ് വോൾട്ടേജ് വേരിയബിൾ വോൾട്ടേജ് കൺട്രോൾ കഴിഞ്ഞ് വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോളാണ് അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടോർക്ക് ആൻഡ് സ്പീഡ് ഓഫ് ദി ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വോൾട്ടേജ് ആണെങ്കിൽ ഇപ്പോൾ സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഗ്യാപ്പ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റേറ്ററും റോട്ടറും തമ്മിലൊരു ചെറിയൊരു ഗ്യാപ്പ് കാണും, എയർ ഗ്യാപ്പ് കാണും. ആ എയർ ഗ്യാപ്പ് നമ്മൾ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് എയർ ഗ്യാപ്പ് ചിലപ്പോൾ അതൊരു ഉപദ്രവമാവും, ചിലപ്പോൾ നമുക്കത് ഉപകാരമാവും. അപ്പോൾ ഈ ഫ്രീക്വൻസി നമ്മൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ എയർ ഗ്യാപ്പ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻ ദി എയർ ഗ്യാപ്പ് ആക്ച്വലി ഡിക്രീസസ് ഫ്രീക്വൻസി കൂട്ടിയാൽ. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് കുറയുന്നതനുസരിച്ച് ഇൻഡ്യൂസ്ഡ് റോട്ടർ കറൻറ്റും കുറയും. റോട്ടർ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി ടോർക്ക് കുറയുന്നു. ടോർക്ക് കുറയുന്നു, സ്പീഡും കുറയും. അതുപോലെ അതേ കേസ് തന്നെ നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വലി ഇൻക്രീസസ് ദ എയർ ഗ്യാപ്പ് ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് കൂടുമ്പോൾ യു ആർ ഏബിൾ ടു ഫ്ലക്സ് കൂടുമ്പോൾ പിന്നെ നമ്മളെ കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുന്നതനുസരിച്ച്
ടോർക്ക് കൂടുതലായിരിക്കും, ടോർക്ക് കൂടുന്നതനുസരിച്ച് സ്പീഡും കൂടുതലായിരിക്കും. സോ ഇൻ ദിസ് വേ യു ഹാവ് ടു adjust the speed control അല്ലെങ്കിൽ speed of the induction motor either by voltage, variable voltage control or variable frequency control. വേറെ മെത്തേഡ്സ് ഉണ്ട്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത്. ബാക്കി we'll see in the next video.